വെൽക്കം ടു ഐ സി മൂവീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ത്രില്ലർ മൂവി ആയിട്ടുള്ള ദ ഫ്ലൈറ്റ് ഓഫ് ഫീനിക്സ് ആണ്. കഥ നടക്കുന്നത് മംഗോളിയയിലെ ഗോബി ഡെസേർട്ടിലാണ്. നിങ്ങളീ കാണുന്നത് ഒരു ഡ്രില്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് അമേരിക്കൻ തൊഴിലാളികളെയാണ്. കുറേ നാളായി ഡ്രില്ലിംഗ് ആരംഭിച്ചെങ്കിലും ഇതുവരെയായിട്ടും അവർക്ക് ഓയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കമ്പനി ആകെ നഷ്ടത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉടനെ തന്നെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അങ്ങനെ കമ്പനി അവിടെയുള്ള തൊഴിലാളികളെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു ഫ്ലൈറ്റും ഫ്രാങ്ക് എന്നൊരു പൈലറ്റിനെയും കൂടെ ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ഏജയും അയക്കുകയാണ്. ആ ഡ്രില്ലിംഗ് ഏരിയയിലെ ഏക സ്ത്രീയായിട്ടുള്ള കെല്ലി ആകെ കലിപ്പിലാണ്. കാരണം കമ്പനിയുടെ പെട്ടെന്നുള്ള തീരുമാനം കെല്ലിയെ വളരെയധികം വിഷമിപ്പിച്ചു. അവരുടെ ബോസ് ആയിട്ടുള്ള ഇയാൻ പറഞ്ഞു, കെല്ലി നീ ഞങ്ങളോട് സഹകരിക്കണം, എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതെല്ലാം കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഉത്തരവാണ്. അങ്ങനെ ഫ്രാങ്ക് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് പറക്കുന്നതായിരിക്കും. ഫ്രാങ്ക് പറഞ്ഞു, ആദ്യം നമ്മൾ പോകുന്നത് ബെയ്ജിങ്ങിലേക്കായിരിക്കും, അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റ് കയറിയായിരിക്കും നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെയുള്ള എല്ലാ കാർഗോയും ലോഡ് ചെയ്ത് ക്രൂ മെമ്പേഴ്സ് എല്ലാം ഫ്ലൈറ്റിന് റെഡിയായി. അപ്പോഴാണ് അവിടേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി എത്തിയത്. അയാളുടെ പേരായിരുന്നു എലിയറ്റ് ഒരു ലോകസഞ്ചാരിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഞാനും വരട്ടെ നിങ്ങളൂടെ എന്ന്. എന്നാൽ ഫ്രാങ്കിനും ഏജയ്ക്കും ഒട്ടും താല്പര്യമില്ലെങ്കിലും അദ്ദേഹം നിരന്തരമായി ചോദിച്ചുകൊണ്ട് തന്നെ എലിയറ്റിനെ അവർ ഫ്ലൈറ്റിൽ കയറ്റാൻ സമ്മതിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. എന്നാൽ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു പൊടിക്കാറ്റടിക്കുകയുണ്ടായി. ഫ്ലൈറ്റ് ആകെ ഒന്ന് കുലുങ്ങി. ഫ്രാങ്ക് കോക്പിറ്റിൽ വളരെ കഷ്ടപ്പെടുവാണ് എങ്ങനെയെങ്കിലും ആ ഫ്ലൈറ്റിനെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിർത്താൻ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള ഈ പൊടിക്കാറ്റിൽ ഫ്ലൈറ്റിന്റെ പിറകുവശം ആകെ തകർന്നിരുന്നു. ആ ഡോർ ഓപ്പൺ ആയി കുറെ കാർഗോ എല്ലാം വെളിയിലേക്ക് പോയി. എന്നാൽ ഫ്രാങ്കിന്റെ മുമ്പിൽ എമർജൻസി ലാൻഡിംഗ് ഇല്ലാതെ വേറൊരു വഴിയുമില്ലായിരുന്നു. അങ്ങനെ ഫ്രാങ്ക് ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്തു. വളരെ വേഗത്തിലായിരുന്ന ആ ഫ്ലൈറ്റ് മണലിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. എന്നാൽ ലാൻഡിംഗ് സമയത്ത് രണ്ട് തൊഴിലാളികൾ ആ ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. മാത്രമല്ല ഫ്ലൈറ്റിന് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ഉണ്ടായി. എന്നാൽ ചില ആളുകൾക്ക് പരിക്കൊന്നുമില്ലായിരുന്നു. മാത്രമല്ല അവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളും കിട്ടി. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും പൊടിക്കാറ്റ് നിന്ന് പെട്ടെന്ന് ഫ്ലൈറ്റിലുണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവർ ഞെട്ടിയത്. കാരണം അവരൊരു ഡെസേർട്ടിന്റെ നടുക്കായിരുന്നു. എവിടേക്ക് എന്തെന്നില്ലാതുള്ള ഒരു നിപ്പായിരുന്നു അവരുടെ. പെട്ടെന്ന് തന്നെ അവർ മറ്റു ലഗേജ് എല്ലാം അഴിച്ചു നോക്കി. അതിലുണ്ടായിരുന്ന ആഹാരവും വെള്ളവും വെറും 30 ദിവസം കഴിച്ചു കൂട്ടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടത്തിലുണ്ടായിരുന്ന ജെർമി പറഞ്ഞു, നമുക്കിവിടെ ഒന്ന് നടന്നു നോക്കാം, എന്തെങ്കിലും സഹായം എവിടുന്നെങ്കിലും കിട്ടുമോ എന്നറിയാം. എന്നാൽ റേഡി എന്ന മറ്റൊരു വ്യക്തി പറഞ്ഞു, നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടാന്ന് പോലും നമുക്കറിയില്ല, കറക്റ്റ് ലൊക്കേഷൻ അറിയാതെ അങ്ങനെ പോകുന്നത് ആപത്താണ്. ഇതിലെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് കോമ്പസ് പോലും ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അവർ നിൽക്കുന്നതിന് ചുറ്റും മാഗ്നറ്റ് മൗണ്ടൻ റേഞ്ചസ് ആണ്. മാത്രമല്ല ഇത് ജൂലൈ മാസമാണ്. ഡെസേർട്ടുകളിൽ നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്ന മാസമാണിത്. അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു, എന്തെങ്കിലും സഹായം കിട്ടുന്നവരെ നമുക്ക് കുറച്ചു നേരം ഇവിടെ തന്നെ ഇരിക്കാം. എല്ലാവരും രാത്രി ആയപ്പോഴേക്കും ആ എയറോപ്ലെയിൻ അകത്ത് തന്നെ ഉറക്കമായി. എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു തൊഴിലാളി രാത്രി മൂത്രമൊഴിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. മൂത്രമൊഴിക്കാൻ ഇറങ്ങിയ അവൻ ഏതോ ഒരു കല്ലിൽ തട്ടി ആ മണലിലേക്ക് വീണുപോയി. എണ്ണിട്ട് നോക്കുമ്പോൾ അവനൊന്നും കാണാൻ കഴിയുന്നില്ല. നല്ല രീതിയിൽ ഇരുട്ടും ആകെ പൊടിക്കാറ്റും. അവൻ എങ്ങനെയൊക്കെയോ നടന്നു വന്നെങ്കിലും അവൻ ആകെ വഴിതെറ്റി. പെട്ടെന്ന് നേരം വെളുത്തപ്പോഴേക്കും എല്ലാവരും പാനിക്കാവാൻ തുടങ്ങി. കാരണം അവനെ കാണാനില്ല. എല്ലാവരും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അന്വേഷിക്കുകയാണ്. കൂട്ടത്തിൽ ഏറ്റവും വിഷമം അലക്സിനാണ്. കാരണം അലക്സിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ കാണാതായ വ്യക്തി. അങ്ങനെ കെല്ലി ആരും കാണാതെ ഫ്രാങ്കുമായിട്ട് സീക്രട്ടായിട്ട് സംസാരിച്ചു. ഫ്രാങ്ക്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ട്? ഫ്രാങ്ക് പറഞ്ഞു, എന്റെ മുമ്പിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഫ്രാങ്ക് പറഞ്ഞു, ഈ ഡെസേർട്ട് വളരെ വലുതാണ്, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കാണാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ സമയം കഴിയുന്നതും മറ്റുള്ളവർക്കെല്ലാം മനസ്സിലായി ആരും അവരെ രക്ഷിക്കാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ എല്ലാവരും വളരെയധികം പാനിക്കായി. അവരുടെ ബോസായിട്ടുള്ള ഇയാൻ പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കണ്ട, ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് വരും. ഇയാൻ അവരുടെ ഹെഡ് ഓഫീസിൽ വളരെയധികം വിശ്വാസമായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇവരെ കാണാത്ത കൊണ്ടുവന്ന് അന്വേഷിക്കുമെന്ന് ഇയാൻ വിചാരിച്ചു. അങ്ങനെ ജെർമിയെ ഒരു ക്യാൻ വെള്ളവുമായിട്ട് അവിടെ നിന്നിറങ്ങി. ഞാൻ പോയി എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം. എന്നാൽ ഫ്രാങ്ക് ജെർമിയെ തടഞ്ഞു. ജെർമി, നീ പോകണ്ട, അത് ആപത്താണ്. എന്നാൽ അവർ തമ്മിൽ അവസാനം അടിയായി. ഒടുവിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ക്യാനും വെള്ളവും തറയിലേക്ക് വീണു. ആ വെള്ളമെല്ലാം മരുഭൂമിയിൽ പോയി. പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് കൂട്ടത്തിലെ സഞ്ചാരിയായിട്ടുള്ള എലിയറ്റ് വന്നു. എലിയറ്റ് പറഞ്ഞു, നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്നും ആവശ്യമായ സാധനങ്ങളെല്ലാം വെച്ച് മറ്റൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കിയാലോ? എലിയറ്റ് ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ആ പ്ലാനിൽ. ഫ്രാങ്ക് ഒഴികെ മറ്റെല്ലാവരും എലിയറ്റിന്റെ കൂടെ നിന്നു. അവർ തീരുമാനിച്ചു, നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഫ്രാങ്ക് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നവരെ ഒന്ന് കാത്തിരുന്നുകൂടെ? ഫ്രാങ്കിന് ഇഷ്ടമല്ലായിരുന്നു ഈ വേണ്ടാത്ത കാര്യത്തിന് എല്ലാവരും കൂടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്കും അവരെ കൂട്ടത്തിലുള്ള ഒരാളെയും കൂടെ കാണാതായി. നേരം വെളുത്തപ്പോഴേക്കും കെല്ലി ആകെ ടെൻഷനിലായി. കെല്ലി പറഞ്ഞു, ഞാൻ പോയി തിരക്കിയിട്ട് വരാം. എന്നാൽ ഫ്രാങ്ക് പറഞ്ഞു, വേണ്ട, കെല്ലി ഇവിടെ നില്ല്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഫ്രാങ്ക് കുറച്ച് ദൂരം നടന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ്റെ ബോഡി ഫ്രാങ്ക് അവിടെ കണ്ടു. ആ ബോഡി ആകട്ടെ ഫ്ലൈറ്റിൽ നിന്ന് വീണ ഒരു വ്യക്തിയുടെ ആയിരുന്നു. അതാകെ പീസായ രീതിയിലായിരുന്നു ആ ബോഡി കണ്ടത്. എന്നാൽ ആ ബോഡിയുടെ അടുത്തായി കുറച്ച് ബുള്ളറ്റുകൾ കണ്ടു. ഫ്രാങ്ക് ഉറപ്പിച്ചു ഇത് അവിടെയുള്ള കുറച്ച് ബാൻഡിറ്റ്സുകൾ ചെയ്ത പരിപാടിയാണ്.
അവർ ആ ബോഡിയിൽ ഷൂട്ട് ചെയ്ത് പഠിക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് പെട്ടെന്നൊന്നും കാണാതെ പോയ ലിഡി എന്ന പയ്യനെ ഫ്രാങ്ക് കണ്ടു. ഫ്രാങ്ക് പറഞ്ഞു, ലിഡി ഇനി തിരിച്ച് നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് വാ. അപ്പോൾ ലിഡി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഫ്രാങ്കെ എല്ലാവരും സമ്മതിച്ചിട്ട് നീ മാത്രം ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത്? ഫ്രാങ്ക് പറഞ്ഞു, അയാൾ പറഞ്ഞൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് കൂടെ നിൽക്കാത്തത്. ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന റിസോഴ്സുകളെല്ലാം നശിപ്പിക്കാൻ ഫ്രാങ്കിന് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ലിഡ് കുറെ വാശി പിടിച്ചപ്പോഴേക്കും ഫ്രാങ്ക് സമ്മതിച്ചു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ താനും കൂട്ടു നിൽക്കാമെന്ന്. അങ്ങനെ ലിഡി ഫ്രാങ്കിനൊപ്പം തിരിച്ച് ആ ഫ്ലൈറ്റിലേക്ക് പോയി. അങ്ങനെ ഫ്രാങ്ക് എല്ലാവരോടും പറഞ്ഞു താനും ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ കൂടെ നിൽക്കാമെന്ന്. ഇതെല്ലാവരിലും ഒരു ചെറിയ സന്തോഷം ഉണ്ടാക്കി. അങ്ങനെ എലിയറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും ജോലി ചെയ്യാൻ തുടങ്ങി. കൂടുതലും രാത്രിയിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്, കാരണം രാവിലെ ചൂട് അധികമായിരുന്നു. അങ്ങനെ അവർ ഫീനിക്സ് എന്ന് പേരിട്ടുകൊണ്ട് ആ ഫ്ലൈറ്റിന്റെ പണി ആരംഭിച്ചു. അങ്ങനെ കിട്ടിയ സ്ക്രാപ്പെല്ലാം വെച്ച് അവർ ഫ്ലൈറ്റിന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞുപോയി. പെട്ടെന്ന് ജോലിക്കിടയിൽ ഒരു സ്പാർക്ക് കാരണം ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അങ്ങനെ ആ പൊട്ടിത്തെറിയിൽ ആകെ ഉണ്ടായിരുന്ന ഫ്യൂലും പോയി കിട്ടി. അങ്ങനെ അവരെല്ലാവരും രാവിലെയും വൈകിട്ടൊന്നും ഇല്ലാതെ ജോലി തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പെട്ടെന്ന് അവിടെ ഒരു മഴ പെയ്തു. ഇതെല്ലാവരിലും ഒരു സന്തോഷമുണ്ടാക്കി. അവർക്കതൊരു പ്രതീക്ഷയായിരുന്നു. അവർ ആ മഴവെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ മഴയ്ക്ക് ശേഷം ഒരു ഇടിയുണ്ടായി. എല്ലാവരും ഓടി ഒളിക്കാൻ തുടങ്ങി. എന്നാൽ എലിയറ്റ് മാത്രം അവിടെ നിന്ന് ബാക്കി പണി ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ട ഫ്രാങ്ക് പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ്നിങ് റോഡ് എടുത്ത് അവിടെ വെച്ചു മിന്നലിൽ നിന്നും എലിയറ്റിനെ രക്ഷിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഏജ് അവിടെ വന്നിട്ട് പറഞ്ഞു, നമ്മളുടെ കൂട്ടത്തിൽ ആരോ നമ്മളുടെ വെള്ളം കട്ട് കുടിക്കുന്നുണ്ട്. കാരണം ഞാൻ കണക്കൂട്ടി വെച്ച രീതിയിലല്ല വെള്ളം ഇപ്പോൾ ഉള്ളത്, അതിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആരാണ് നമ്മളെ വെള്ളം കട്ട് കുടിക്കുന്നതെന്ന് എനിക്കറിയണം. അപ്പോഴേക്കും അവിടെ എലിയറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് വെള്ളം കട്ടുപിടിക്കുന്നത്, കാരണം ഞാനാണ് അധികവും പണി ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വെള്ളം വേണം. അങ്ങനെ ഫ്രാങ്ക് എലിയറ്റിനോട് ചൂടായി, നീ എന്തിനാ ആരടുത്തും ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വെള്ളം എടുത്ത് കുടിച്ച്? എന്നാൽ എലിയറ്റ് കടുപ്പിച്ച് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ കമാൻഡർ, അതുകൊണ്ട് എനിക്ക് ആരടുത്തും ചോദിക്കേണ്ട കാര്യമില്ല. താനാണിപ്പോൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, താനില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും എലിയറ്റ് പറഞ്ഞു. എലിയറ്റിൻ്റെ ഈ ചൂടൻ പ്രവൃത്തി ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ആരും ഒന്നും പറഞ്ഞില്ല, കാരണം എലിയറ്റിൻ്റെ ആണല്ലോ ഈ പ്ലാൻ എല്ലാം. പെട്ടെന്നൊരു ദിവസം അവരുടെ അടുത്തായിട്ട് കുറച്ച് ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കെല്ലി പറഞ്ഞു, നമുക്ക് അവരോട് പോയി സഹായം ചോദിച്ചാലോ? എന്നാൽ ഫ്രാങ്കിന് സംശയമുണ്ടായിരുന്നു, അവരിനി ബാൻഡിറ്റ്സ് ആണോ എന്ന്. ഫ്രാങ്ക് പുറകെ നിന്നിട്ട് ഇയാനെ പറഞ്ഞിട്ട്, കാരണം ഇയാന് ലോക്കൽ ലാംഗ്വേജെല്ലാം സംസാരിക്കാൻ അറിയാമായിരുന്നു. എന്നാൽ ഇയാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൂട്ടത്തിലുള്ള ഒരു ബാൻഡിറ്റിൻ്റെ കയ്യിൽ തൻ്റെ സുഹൃത്തിൻ്റെ വാച്ചാണ്. ഇയാന് മനസ്സിലായി ഇദ്ദേഹമാണ് തൻ്റെ കൂട്ടുകാരനെ കൊന്നതെന്ന്. പെട്ടെന്ന് ആ ബാൻഡിറ്റ്സിൽ ഒരാൾ തോക്കടിച്ചു. ഒട്ടും മടിച്ചില്ല, ഫ്രാങ്കും തിരിച്ചു വെടിവെച്ചു. ഫ്രാങ്ക് അവിടെയുള്ള ബാക്കി എല്ലാവരെയും കൊന്നു. എന്നാൽ ഒരാൾ മാത്രം ഓടി രക്ഷപ്പെടാൻ നോക്കി. അവർക്ക് ഗുരുതരമായിരുന്നു. അവർക്കാർക്കും അത് ചികിത്സ ചെയ്യാൻ കഴിഞ്ഞില്ല. ദിവസം രാവിലെ കെല്ലി ഡെസേർട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ രാത്രി ഓടിപ്പോയ ആ ബാൻഡിറ്റിനെ കണ്ടു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്നു. കെല്ലിയോട് ആ ബാൻഡിറ്റ് സഹായം ചോദിച്ചു. അങ്ങനെ കെല്ലി ആ ബാൻഡിനെ എടുത്ത് ഫ്ലൈറ്റ് അടുത്തേക്ക് വന്നു. കൂട്ടത്തിലെ കുറച്ചുപേര് പറഞ്ഞു, നമുക്ക് ഇയാളെ കൊല്ലുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇവന്റെ കൂടെയുള്ള മറ്റുള്ളവർ നമ്മളെ തേടി വരും. മറ്റു ചിലർ പറഞ്ഞ്, അങ്ങനെ ഇവനെ കൊല്ലണ്ട, ഇവനെ വെച്ച് നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അവരൊരു തീരുമാനത്തിലേക്ക് എത്തും മുമ്പേ എലിയറ്റ് അവിടേക്ക് വന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എലിയറ്റ് ഒരു തോക്കെടുത്ത് ആ ബാൻഡിനെ കൊന്നു. ഇത് ഫ്രാങ്കിനെ നല്ല രീതിയിൽ തന്നെ ദേഷ്യം പിടിപ്പിച്ചു. എലിയറ്റ് മുട്ടും വിട്ടുകൊടുത്തില്ല. ഈ നടന്നതിനെല്ലാം കാരണക്കാരൻ ഫ്രാങ്ക് ആണെന്ന് പറഞ്ഞു. ഫ്രാങ്ക് എന്ന പൈലറ്റ് കാരണമാണ് നിങ്ങളെല്ലാം ഇവിടെ കഷ്ടപ്പെടുന്നതെന്ന് എലിയറ്റ് പറഞ്ഞു. ക്ഷമകെട്ട ഫ്രാങ്ക് എലിയറ്റിനെ ഇടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എലിയറ്റ് ആരും കാണാതെ ഫ്ലൈറ്റിനകത്ത് പോയിരുന്നു. അവരെല്ലാം എലിയറ്റിനെ തിരികെ ഫ്ലൈറ്റിലേക്ക് ചെന്നു. എലിയറ്റ് പറഞ്ഞു, ഞാൻ ഇനി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്നാൽ എല്ലാവരും എലിയറ്റിനോട് കേണപേക്ഷിച്ചു, എലിയറ്റ് അങ്ങനെ നീ ചെയ്യരുത്, ഞങ്ങളെല്ലാം നിന്നിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. എലിയറ്റ് പറഞ്ഞു, ഫ്രാങ്ക് എന്നോട് വന്ന് സോറി പറയാതെ ഞാൻ ഇതിനി കണ്ടിന്യൂ ചെയ്തില്ല. അങ്ങനെ ഫ്രാങ്ക് എലിയറ്റിനോട് സോറി പറഞ്ഞു. താൻ അറിയാതെ ചെയ്തു പോയത് അപ്പോഴത്തെ ദേഷ്യത്തിലെന്ന് ഫ്രാങ്ക് പറഞ്ഞു. അങ്ങനെ അവർ ജോലി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്ലെയിൻ ഒരുവിധം പൂർത്തിയായി. ഈ സന്തോഷ വാർത്ത കേട്ട് എല്ലാവരും തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും അവരുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഫ്രാങ്ക് എലിയറ്റിന്റെ ബാഗിൽ നിന്നും ഒരു മാപ്പ് എടുത്തു. എന്നാൽ ഫ്രാങ്ക് മാപ്പ് എടുത്തപ്പോഴേക്കും ഫ്രാങ്കിന് കിട്ടിയത് എലിയറ്റിന്റെ ബാഗിൽ നിന്നും ഒരു ബ്രോഷറായിരുന്നു. ആ ബ്രോഷറിൽ ഉണ്ടായിരുന്നത് ശരിക്കും എലിയറ്റ് ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഒന്നുമല്ല, ഒരു പ്ലെയിൻ കമ്പനിയിലെ വെറും ഒരു ഡിസൈനർ ആയിരുന്നു. എലിയറ്റിന്റെ നിർദ്ദേശപ്രകാരം അവരുണ്ടാക്കിയത് ശരിക്കും ഒരു പ്ലെയിൻ അല്ലായിരുന്നു, അത് വെറും ഒരു കളിപ്പാട്ടം മാത്രമായിരുന്നു. ഇത് ഫ്രാങ്കിനെ വളരെയധികം വിഷമമുണ്ടാക്കി. എന്നാൽ എലിയറ്റ് പറഞ്ഞു, താൻ ഉണ്ടാക്കിയതും പറക്കാൻ പറ്റുന്ന ഒരു മോഡലാണെന്ന് എലിയറ്റ് ഉറപ്പിച്ചു പറഞ്ഞു. കൂട്ടത്തിലുള്ള മറ്റെല്ലാവരും പേടിക്കാൻ തുടങ്ങി. കാരണം ഇത്രയും നാളും അവർ ചെയ്തതെല്ലാം വേസ്റ്റ് ആണല്ലോ എന്ന് അവർ ഓർത്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന് ഇയാൻ ആകെ ദേഷ്യമായി. ഇയാൻ ഒരു ഗണ്ണും എടുത്ത് എലിയറ്റിന് നേരെ പോയിന്റ് ചെയ്തു. തൻ്റെ റിസോഴ്സസും സമയവും എല്ലാം നീ കളഞ്ഞെന്നും പറഞ്ഞ് ഇയാൻ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഫ്രാങ്ക് ഇയാനെ സ്റ്റോപ്പ് ചെയ്തു. നീ അങ്ങനെ ചെയ്യരുത്, എലിയറ്റിന് ഇപ്പോഴേക്ക് നീ കൊല്ലരുതെന്ന് ഫ്രാങ്ക് ഇയാനോട് പറഞ്ഞു.
ഫ്രാങ്ക് പറഞ്ഞു നമുക്ക് നോക്കാം എലിയറ്റിൻ്റെ ഫ്ലൈറ്റ് പറക്കില്ലെന്ന്, എന്നിട്ട് നമുക്ക് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ഒരു വലിയ കാറ്റടിച്ചതും എലിയറ്റിൻ്റെ ഫ്ലൈറ്റ് പതുക്കെ പൊങ്ങാൻ തുടങ്ങി. ഇത് കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും ചെറിയൊരു പ്രതീക്ഷ കൊടുത്തു. എന്നാൽ ആ മണൽക്കാറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്ലൈറ്റ് ആകെ മണ്ണി മൂടിപ്പോയി. അങ്ങനെ ഫ്രാങ്ക് എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുത്തിട്ട് പറഞ്ഞു നമ്മളെക്കാത്തൊരു കുടുംബമുള്ളതാണ്, അതുകൊണ്ട് ആരും തളരരുത്, എല്ലാവരും ഒരുമിച്ച് നമുക്ക് മുന്നേറാമെന്ന് ഫ്രാങ്ക് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ മണലിൽ നിന്നും ആ ഫ്ലൈറ്റിനെ കെട്ടി വലിച്ചു. അങ്ങനെ അവരുടെ ഫീനിക്സിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. എല്ലാവരും പ്രാർത്ഥനയിലായി. അങ്ങനെ ഫ്രാങ്ക് കോക്പിറ്റിലേക്ക് പോയി. ആദ്യത്തെ 2 വട്ടം ശ്രമിച്ചിട്ടും ഫ്ലൈറ്റ് സ്റ്റാർട്ടായില്ല. എന്നാൽ 3ാമത്തെ പ്രാവശ്യം ആ ഫ്ലൈറ്റ് സ്റ്റാർട്ടായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. എന്നാൽ ആ ഫ്ലൈറ്റിന് കോക്പിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു യാത്രക്കാരെല്ലാം ഫ്ലൈറ്റിന്റെ വിങ്സിൽ പിടിച്ചിരിക്കണമായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരു കൂട്ടം ബാൻഡിറ്റ്സ് തന്നെ എത്തിയിരുന്നു ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇത് കണ്ടതും പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാനായിട്ട് ഫ്രാങ്ക് ശ്രമിച്ചു. അങ്ങനെ കുതിരപ്പുറത്ത് ആ ബാൻഡിറ്റ്സ് ഫ്രാങ്കിനെ ഫോളോ ചെയ്തു. ഫ്രാങ്ക് ഫ്ലൈറ്റുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഫ്രാങ്ക് ഒരു ക്ലിഫിൽ നിന്നും ഫ്ലൈറ്റ് താഴേക്ക് ചാടിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഫ്ലൈറ്റ് എയറിലേക്ക് പറന്നു കയറി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്ലൈറ്റ് ആ മരുഭൂമിക്ക് മുകളിലൂടെ സ്റ്റഡിയായിട്ട് ഫ്ലൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പടത്തിന്റെ അവസാനം എങ്ങും എത്താത്ത ആ മരുഭൂമിയിൽ നിന്നും അവരെല്ലാം രക്ഷപ്പെട്ടു. പിന്നെ കാണിക്കുന്നത് ഫ്രാങ്കും ഏജും കൂടെ ചേർന്ന് ഫീനിക്സ് എന്നൊരു ഫ്ലൈറ്റ് സർവീസ് നടത്തുന്നതായിട്ടാണ്. അങ്ങനെ പടം അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.